നട്ടുച്ചയ്ക്ക് പൊരുവയിലെത്ത് വരാൻ പറയേണ്ട വല്ല കാര്യമുണ്ടോ കുട്ടി? വല്ല പാർക്കിലോ ബീച്ചിലോ മറ്റായിരുന്നെങ്കിൽ ആ ഇനിയുള്ള കൂടിക്കാഴ്ചകൾ അവിടെ വെച്ചാകാം. ചാകാനാ വല്ലതും പറഞ്ഞായിരുന്നോ? എന്ത് എന്ത് എന്തോ താന്നെ പാടുവെക്കി പോടൂ. എന്തോ പേടിപ്പിക്കില്ലേ? പോടാവപ്പേ. അങ്ങനെ മര്യാദയ്ക്ക് പറ. എന്തൊരു ശ്മശാന മൂകത. അവളെന്തിനാ ഈ സ്ഥലം തന്നെ പറഞ്ഞത്? ആ വിവാഹം സ്വർഗത്തിൽ വെച്ചാണല്ലോ. അപ്പൊ കണ്ടുമുട്ടൽ ചിലപ്പോ നരകത്തിൽ വെച്ചായിരിക്കും. ഓ സാറേ, സമയം പണിയെടുത്തിടാ പന്നി. ചേട്ടാ സമയം എന്തായി? വല്ലതും പറഞ്ഞായിരുന്നോ? അയ്യോ എന്ത്? ഒന്നും പറഞ്ഞില്ല. പറഞ്ഞത് ഞാൻ കേട്ടു. ഓ മണി 8. ഓ താങ്ക് യു. പോടാ. വെൽക്കം. 8 മണിക്കൂറായി ഇരിപ്പ് തുടങ്ങിയിട്ട്. കൃത്യനിഷ്ഠ തീരെയില്ലാത്ത കുട്ടി. ആ സാരമില്ല, വിവാഹശേഷം ഞാൻ എല്ലാം ശരിയാക്കി എടുത്തോളാം. അതേ നേരായോ വന്നിട്ട്? എന്തേ? സമയത്തിന് എത്താൻ കഴിഞ്ഞില്ല. ഐ എം വെരി സോറി. നിങ്ങളാണോ ഫോൺ ചെയ്തത്? ഡാർലിംഗ്, ഐ ലവ് യു. തൊള്ളെ തല്ലിക്കൊന്ന് കായലിലേക്ക് ഞാൻ. ഇത് ഞാൻ പറഞ്ഞല്ല, ആ ഹോസ്റ്റലിലെ പെങ്കൊച്ച് പറയാൻ പറഞ്ഞതാ. ഏത് പെങ്കൊച്ച്? ദാ ഇത് തന്നയച്ച പെങ്കൊച്ച്. താങ്ക് യു. തൊള്ളെ വയസ്സങ്ങൾക്ക് പണിയുണ്ടാക്കി വെക്കരുത് കേട്ടോ. ഓ ദൈവമേ, ഈ മരിച്ച ആൾക്കാർ എങ്ങനെ ഈ ശ്മശാനത്തിൽ കഴിയുന്നു? ഹലോ. ഒരു പെങ്കൊച്ചിനെ കാണാൻ വന്നതാണല്ലേ? അല്ലല്ല, അതെ. ആ, ഇതാ പെങ്കൊച്ചി ഇവിടെ വെച്ചിട്ട് പോയതാ. താങ്ക് യു. തലയിൽ എന്ത് പറ്റി? പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഡോക്ടർ കെട്ടിയതാ. ഇവിടെ കൊണ്ട് കുഴിച്ചിട്ടിട്ട് വർഷം 2 കഴിഞ്ഞു. ഇതുവരെ ഇത് അഴിഞ്ഞു പോയില്ല. അവന്റെ ഓട്ടം കണ്ട PT ഉഷ പോലും ഇതുപോലെ ഓടൂല. അവൻ പോയി. എന്റെ പ്രേമ സമ്മാനമേ. ഈ തണ്ടി ഇവിടെ തന്നെ ഉണ്ടായിരുന്ന? എന്തായി പോയിട്ട്? കണ്ടോ? കണ്ടു. കാണുക മാത്രമല്ല, ഒരുപാട് സംസാരിക്കുകയും ചെയ്തു. സംസാരിച്ച് സമയം പോയതേ അറിഞ്ഞില്ല. നീ പോയിട്ട് എന്തായി? ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. പെട്ടെന്നായിരുന്ന? രജിസ്റ്റർ മാരേജായിരുന്നു. ഓ, ഇപ്പൊ രഹസ്യമാക്കി വെച്ചിരിക്കുക. പരസ്യമായിട്ട് നാട്ടുകാരെയൊക്കെ വിളിക്കുമ്പോ ഞാൻ നിന്നെ വിളിക്കാം. താങ്ക് യു. പക്ഷെ സോറി കേട്ടോ, ആ സമയത്ത് ഞാനിവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല. ഞങ്ങൾ ജാഫ്നയിൽ ഹണിമൂണിലായിരിക്കും. എന്നാ ചെല്ല്. ഓ ഓ ഓ ഓ. I love you. പ്രിയപ്പെട്ട ഗിരീഷേട്ടന് ഞാൻ ആരെന്ന് വെളിപ്പെടുത്തുന്നില്ല. എങ്കിലും ഒരു സൂചന തരാം. എന്റെ പേര് സംഗീതത്തിലുണ്ട്, സംസാരത്തിലില്ല, തുമ്മലിലുണ്ട്, ചമ്മലിലില്ല. എന്റെ പേര് രംഭയിലുണ്ട്, മേനകയിലില്ല, ഗീർവാണത്തിലുണ്ട്, നീർവാണത്തിലില്ല, അലവലാതിയിലുണ്ട്, ചെറ്റയിലില്ല. എന്റെ സ്നേഹത്തിന്റെ ഗന്ധം ഈ പുഷ്പത്തിലുണ്ട്. സ്നേഹത്തിന്റെ ഗന്ധം ശരിക്കും കിട്ടാൻ വേണ്ടി പൂവിലിത്തിരി മുളകുപൊടി ഇട്ടത് എത്ര നന്നായില്ലേ? രാവിലെ മുഴുവൻ എവിടെയെങ്കിലും തെണ്ടിത്തിരിഞ്ഞ് നടന്നിട്ട് കയറി വരും. ജലദോഷം കുഷ്ടമൊക്കെ ആയിട്ട് ചെറ്റ. എന്റെ സ്നേഹത്തിന്റെ ഗന്ധം ഈ പുഷ്പത്തിലുണ്ട്.
ഇത് മറ്റേ അത് പാമ്പാന്ന് പറഞ്ഞാൽ കാര്യമില്ല. ഞാൻ സോമന, കലാക്ഷേത്ര കൺവീനർ. എച്ചി നിന്റെ തന്ത. ശരിയാക്കി തരാടാ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. സ്നേഹത്തിന്റെ ഗന്ധത്തിന് ഇത്രേ എരിവുണ്ടാവും ഞാൻ വിചാരിച്ചില്ല. എന്റെ പേര് സംഗീതത്തിലുണ്ട്, സംസാരത്തിലില്ല. അലവിലാതിയിലുണ്ടില്ല. രംഗീല. രംഗീലേ, അങ്ങനെ ഒരു പേരുണ്ടാ? അതൊരു സിനിമ പേരല്ലേ? കള്ളപ്പുല്ലുകളെ. അലവിലാതിയിലുണ്ട്, രംഭയിലും മേനക അവളെ അച്ഛൻ്റെ അലവിലാതി ചെറ്റകള്, അവളെ പെട്ടി പട്ടികള്. അവളാ? പിള്ളച്ചേട്ടാ ഒന്ന് ചവിട്ടി. നീ വല്ലതും കണ്ട? നോക്കി. ഭസ്മാസുര മോഹി. ഇവൻ തന്നെ മതി, ഇറങ്ങ്. അല്ല, ഇത് ആരൊക്കെ വന്നിരിക്കണേ? വരണം, ഇരിക്കണം. എവിടുന്ന് വരുന്നു? എന്താ നിങ്ങളുടെ പേര്? ചായയോ കാപ്പിയോ? അത് രണ്ടുമല്ല ഞങ്ങളുടെ പേര്. എന്റെ പേര് പിള്ള, ഇവന്റെ പേര് കുഞ്ഞികൃഷ്ണൻ. ഞങ്ങൾ ഈ ഭസ്മാസുര മോഹിനി ബുക്ക് ചെയ്യാൻ വന്നതാ. എന്നാ സാധനം വേണ്ടത്? ഏതാ സ്ഥലം? സ്ഥലം പരിശുദ്ധമായിട്ടുള്ള ഗ്രാമാണ് പുതുക്കോട്ട. പുതുക്കോട്ട. പുതുക്കോട്ടെ. എന്റെ അമ്മോ, എന്താ ചേട്ടാ? രാജപ്പോ പുതുക്കോട്ടേന്ന് പരിപാടി ബുക്ക് ചെയ്യാൻ വന്നിരിക്കണു. എന്നാ പിന്നെ അഡ്വാൻസ് അങ്ങോട്ട് വീശാം. എന്റെ പൊന്നു ചേട്ടാ, ശ്രീലങ്കയിലാണ്. 10 ദിവസത്തെ പരിപാടിയാണെന്ന് പറഞ്ഞാലും ഒരു അഡ്വാൻസും കൂടാതെ ഞാൻ വന്ന് കളിച്ചു തരാം. ഇത് മാത്രം പറയരുത്. അല്ല, കാശ് എത്ര വേണ്ടെന്ന് വെച്ചാ കൂട്ടി ചോദിച്ചോളൂ. ഒന്നും വേണ്ട, പുതുക്കോട്ടയിലേക്ക് ഞങ്ങളില്ല. ബോംബിട്ട് നശിപ്പിക്കേണ്ട സ്ഥലം അത്. ബോംബിടണോ തീരുമാനിക്കുന്നത് ഞങ്ങളാ. ഇറങ്ങിക്കോ. എന്നാ ഞങ്ങളിനി ഇറങ്ങട്ടെ. അല്ല, ഈ ഭസ്മാസുര മോഹിനിലെ ഹനുമാന്റെ വേഷാണോ ചെയ്യണേ? അതെ. അപ്പൊ പിന്നെ നിനക്ക് മേക്കപ്പിന്റെ ആവശ്യമില്ലടാ. വേടാ ഭാഷ ഞങ്ങൾ പറയുന്ന ഭാഷ ഒന്നും മനസ്സിലാക്കാൻ. എന്ത് ധൈര്യത്തിലാണ് പിന്നെ നീയൊക്കെ വന്നത്? കഴിഞ്ഞ വല്ല മേജിക് കാണിക്കാൻ വന്ന എന്നെ കയ്യും കാലും കൂട്ടിക്കെട്ടി പെട്ടിലേക്ക് വിട്ടവരല്ലേ നീയൊക്കെ? അത് കഴിഞ്ഞ കൊല്ലല്ലേ, ഇത് ഇക്കൊല്ലത്തെ പരിപാടിയാ. ആളുകളൊക്കെ ഭയങ്കര ഡീസന്റ് ആയി ചേട്ടാ. മിണ്ടി പോവരുത്, തലമിട്ടോ, അല്ലെങ്കിൽ രണ്ടിനും കുരങ്ങാക്കി മാറ്റും ഞാൻ. എന്നിട്ട് അങ്ങനെ ആ മാജിക്കുകാരൻ എന്നെ കൊരങ്ങാക്കുന്നു പറഞ്ഞു. നിന്നിപ്പോ പ്രത്യേകിച്ച് കൊരങ്ങാക്കേണ്ട കാര്യമൊന്നും. അയ്യോ, ഈ പറയുന്നത്ര കുഴപ്പം പിടിച്ച സ്ഥലമാണോ പുതുക്കോട്ട? പറയുന്നതിൽ ഇത്തിരി കാര്യമുണ്ടെന്ന് കൂട്ടിക്കോളൂ. ഈ ഉത്സവം നടത്തണത് എന്നെ തല്ലുണ്ടാക്കാനാ. അതെ, കഴിഞ്ഞ തവണ മാജിക് കാണിക്കാൻ വന്ന ആള് ഒരൊറ്റ മാജിക് കാണിച്ചുള്ളൂ. ബാക്കി മാജിക് ഒക്കെ പുതുക്കോട്ടക്കാരുടെ ശരീരത്തെ. ഉത്സവത്തിന് പ്രോഗ്രാം ആയിട്ട് കഥാപ്രസംഗം മതിയോ? എന്ത് പണ്ടാറായാലും മതി. എങ്കി ഞങ്ങളൊരു പാർട്ടിയെ തരാം. തല്ലുകൊണ്ട് പരിചയമുള്ള പാർട്ടിയാണ്. നീ മിണ്ടരുത്. നിങ്ങൾക്ക് പറ്റിയ പാർട്ടി തന്നെയാ. മോളെ ഏറ്റാ ഏറ്റവുന്നേ